45,000 രൂപയാണ് നമുക്ക് ഇവിടെ അപ്രൂവ് ആയേക്കുന്നത്. 3,400 രൂപയാണ് നമുക്ക് EMI വരിക. 17 മാസമാണ് നമുക്ക് കിട്ടുന്ന ടെന്യൂർ. 2.53% പെർ മന്ത് ഇൻട്രസ്റ്റ്. അപ്പൊ ആനുവൽ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 35% കൂടുതലാണ്. 57,800 രൂപയായിട്ട് നമ്മൾ അടയ്ക്കണം. 12,800 രൂപയാണ് നമ്മൾ ഈ 17 മാസം കൊണ്ട് അടച്ചു വരുമ്പോൾ കൂടുതലായിട്ട് അടയ്ക്കുന്നത്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ മുന്നേ ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തൊരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഈ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരാം. ഇപ്പോ ഈ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം എന്ന് പറയണേക്കാൾ മുന്നേ ഒരുപാട് പേര് ഇപ്പോൾ ലിങ്ക് നോക്കി ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്കാണ് ആദ്യം പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ റീസെന്റ് കേട്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ലോൺ ആപ്പുകളെ പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഫുള്ള് കാണാതെ അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ചെറിയ വിവരങ്ങൾ ഉപയോഗിച്ച് ചുമ്മാ ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കും. ഇപ്പൊ നമ്മൾ പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഈ ക്രൈറ്റീരിയയിൽ നിൽക്കാത്ത ആൾക്കാർ പോയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളവർ എന്താ ചെയ്യുക, ഈ ആപ്പിന്റെ താഴെയുള്ള മറ്റ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യും, ഉടായ്പ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് അത് അപ്ലൈ ചെയ്ത് നോക്കും, റിജക്ട് ആവും, അവർ ഉള്ള ഡാറ്റാസ് എടുത്തുകൊണ്ട് പോകും, പിന്നെ ത്രെട്ടണിങ് ആയി പ്രശ്നങ്ങളായി ലാസ്റ്റ് ലോൺ ആപ്പ് ത്രൂ ആണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായേ എന്ന് ആണ് അവസാനം വരിക. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നല്ല രീതിക്ക് ചെക്ക് ചെയ്യാതെ, നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാതെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം. ഒരു ആപ്ലിക്കേഷനും അപ്ലൈ ചെയ്യുന്നതിനൊക്കെ മുന്നേ, നല്ല ജെന്യൂൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒന്നും അപ്ലൈ ചെയ്യുന്നതിനൊക്കെ മുന്നേ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും, ഈ ലോണായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. എന്നിട്ട് മാത്രമാണ് നിങ്ങളെ കൊണ്ട് ഇത് പ്രൊസീഡ് ചെയ്യിപ്പിക്കത്തുള്ളൂ. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മുന്നേ എഗ്രി ചെയ്തിട്ട് മാത്രമാണ് എമൗണ്ട് അക്കൗണ്ടിലേക്ക് ഇട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. നല്ല ആപ്ലിക്കേഷൻസ് മാത്രം നോക്കി ട്രൈ ചെയ്യേണ്ടി ശ്രദ്ധിക്കുക. അതിന്റെ ജെനുവിനിറ്റിക്ക് നല്ലപോലെ വെരിഫൈ ചെയ്യപ്പെടും. എന്നിട്ട് മാത്രം പ്രൊസീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആദ്യം ഫസ്റ്റ് കൂടി ഡൗൺലോഡ് ചെയ്യരുത്. നമ്മൾ പറയുന്ന ക്രൈറ്റീരിയ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പൊ ആപ്ലിക്കേഷന്റെ പേര് ഞാൻ പറയുന്നത് നവീൻ ആണ്. നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ്. എനിക്ക് പ്രീവിയസ്ലി നല്ല വലിയൊരു എമൗണ്ട്, 2 ലക്ഷം രൂപയുടെ ഒരു എമൗണ്ട്, അതിനുശേഷം 3,90,000 രൂപയുടെ ഒരു ഓഫറൊക്കെ അവർ തന്നായിരുന്നു. ഇപ്പൊ റീസെന്റ് ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പൊ റീസെന്റ് 45,000 ഓഫർ അവർ ഇടയ്ക്ക് വന്നിട്ട് എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷനിൽ വന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2.53% ആണ്. നമുക്ക് 3,400 രൂപയാണ് EMI വരുന്നത്. 17 മാസത്തെ ടെന്യൂറിൽ 12,800 രൂപ നമ്മൾ കൂടുതൽ അടയ്ക്കണം. ആനുവൽ ഇൻട്രസ്റ്റ് ആണ് ഏറ്റവും വലിയ കോമഡി. 35% ഇൻട്രസ്റ്റ് റേറ്റിലാണ് നമുക്ക് ഈ ലോൺ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ ഡയറക്റ്റ് അവർ NBFC തന്നെയാണ്, സോ അവരായിട്ടാണ് ഫണ്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ, ഇപ്പൊ നിങ്ങൾക്ക് അതിനൊക്കെ ബെറ്റർ റേറ്റിൽ കിട്ടാറുണ്ട്. എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇതിനൊക്കെ ബെറ്റർ റേറ്റിൽ, അതായത് ആനുവൽ ഇൻട്രസ്റ്റ് 18% വരെ റേറ്റിൽ കിട്ടിയിട്ടുണ്ട്. വിത്തൗട്ട് ഇൻകം പ്രൂഫ് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്. നിങ്ങൾ സാലറീഡ് ആയിട്ടുള്ള ഒരാളാവണം, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളാവണം, അങ്ങനെ ക്രൈറ്റീരിയസ് ഒന്നുമില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തൊരു സിബിൽ സ്കോർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് അപ്രൂവൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ്, അതായത് എമൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ അപ്രൂവൽ എടുക്കാം എന്നുള്ളതുണ്ട്. അതിന്റെ സ്ക്രീൻ റെക്കോർഡ് ഉണ്ട്, കണ്ടുപോകാം. ഇത്രയുള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓഫർ അവർ അലോട്ട് ചെയ്ത് തരും. ആ ഓഫർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് തന്ന ഓഫറാണ് ഞാൻ മുന്നേ വായിച്ചത്. ഈ ഓഫർ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റും. വന്നിട്ട് ഇനിയോറും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് KYC വെരിഫിക്കേഷൻ ഉണ്ടാവും. ഫസ്റ്റ് യൂസർ ആണെങ്കിൽ എന്തായാലും KYC വെരിഫിക്കേഷൻ ഉണ്ടാവും. വീഡിയോ കോൾ ത്രൂ ആണ് വെരിഫിക്കേഷൻ അത് കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. ഓട്ടോ ഡെബിറ്റും E-NACH ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത കാരണം നമുക്ക് കാണിക്കാത്തതാണ്. നിങ്ങൾക്ക് അവിടെ ഓട്ടോ ഡെബിറ്റ്, E-NACH ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യണം. എഗ്രിമെന്റ് ഉണ്ട്. എഗ്രിമെന്റ് മെയിലിലും വരും, അവിടെയും കാണിക്കും. എഗ്രിമെന്റ് സൈൻ ചെയ്യണം. ഇതൊക്കെ ഡിജിറ്റലായിട്ട് കംപ്ലീറ്റ് ആവുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് എമൗണ്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എമൗണ്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് 45,000 കിട്ടിയത് പോരാ, 70-80 ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ബാങ്ക്സ് ഒക്കെ വെരിഫൈ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇതേപോലെ ബാങ്ക് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഓഫേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ബാങ്ക് അക്കൗണ്ടിൽ കിട്ടും. അതായത് ഓഫർ എൻഹാൻസ് ചെയ്യാം. നമ്മൾ നല്ലൊരു യൂസർ ആണെങ്കിൽ നമുക്ക് എൻഹാൻസ് ചെയ്യാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മിനിമം ഒരു 700 മുകളിൽ സിബിൽ കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ട്രൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതല്ലാതെ 600-650 പോയി ചെയ്ത് കഴിഞ്ഞാൽ രസം തന്നെ ഉള്ളൂ. ഒരു 700+ സിബിൽ എപ്പോഴും കീപ്പ് ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ കുഴപ്പമില്ലാത്ത ട്രാൻസാക്ഷനോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. നല്ല ട്രാൻസാക്ഷൻ വേണം. അത് തന്നെയാണ് ഇവരും പറയുന്നത്. കാരണം നിങ്ങൾക്ക് അവരെ നിങ്ങൾക്ക് ലോൺ തന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കിട്ടണമല്ലോ. വെറുതെ കൊടുത്ത പോലെ അവർ, അതുകൊണ്ടാണ് അവർ ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ ഇത് കളക്ട് ചെയ്യുന്നത്. പിന്നെ പെർമിഷൻസ് ഒക്കെ അവർ എടുക്കുന്നുണ്ട്. കോൺടാക്ട്സ് അങ്ങനെയുള്ള പെർമിഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നിങ്ങൾക്ക് വലിയ ഉപദ്രവോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നല്ല രീതിക്ക് തന്നെയാണ്. ഇൻ കേസ് നിങ്ങൾ അടവ് തെറ്റിക്കഴിഞ്ഞാലും അവർ ലീഗലായിട്ട് തന്നെ ആയിരിക്കും റിക്കവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതായത്
ഇതിന്റെ റിക്കവറി ടീമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരും, നമ്മൾ കൊടുത്ത അഡ്രസ്സിലേക്ക് വരും. എന്നിട്ട് നമുക്ക് തരാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇത് ഫൈനലി അവർ ലീഗലായിട്ടുള്ള അവരുടെ ലീഗൽ ടീം ആയിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും നമ്മൾ അടച്ചില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ അടയ്ക്കാത്ത സിറ്റുവേഷൻ നമ്മളെ മോർഫി അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അവർ പക്ക ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യും. അവരുടെ ഒരു ലീഗൽ ടീം ഉണ്ടാവും, അവരായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരോടും ചെയ്യുമ്പോൾ സിബിൽ നല്ലപോലെ കുറയും, നിങ്ങളുടെ ഒരുപാട് താഴെ വരും. അപ്പൊ നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയയിൽ പെടുന്നവർക്ക് ലിങ്ക് ത്രൂ അപ്ലൈ നോക്കാം. ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇവിടുന്ന് ആ ഗെറ്റ് ക്യാഷ് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റന്റ്ലി നമ്മൾ ഇത് ഓൾറെഡി എടുക്കുന്ന കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡ് ആണ്. ആ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇൻസ്റ്റന്റ്ലി നമുക്ക് ക്രെഡിറ്റ് ആവും. വലിയ സമയവും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ ഈ എമൗണ്ട് നമ്മുടെ ബാങ്കിലോട്ട് ക്രെഡിറ്റ് ആവും. അപ്പൊ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് നവി എന്ന് പറയുന്നത്. ഞാൻ അവരുടെ UPI സർവീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് അവരുടെ UPI സർവീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഇതിൽ അപ്രൂവൽ കിട്ടാനുള്ള സാധ്യതകൾ കൂട്ടാനായിട്ട് അവരുടെ UPI സർവീസ് ഒക്കെ നല്ലപോലെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് കൂടുതൽ എലിജിബിലിറ്റി കിട്ടും. കാരണം നമ്മൾ അവരുടെ UPI ത്രൂ ഒരുപാട് പേയ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എലിജിബിലിറ്റി കൂടാനും എമൗണ്ട് എൻഹാൻസ് ചെയ്ത് തരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഓഫർ. ഇതിന്റെ ഒരു ടോട്ടൽ റിവ്യൂ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. എനിക്ക് ഈ ഓഫർ ഒട്ടും വർത്തായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇവരുടെ മുന്നത്തെ ഓഫേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഇൻട്രസ്റ്റ് റേറ്റ് കമ്പാരിറ്റീവ്ലി ഭയങ്കര കൂടുതലാണ്. ഇതിനൊക്കെ ബെറ്റർ റേറ്റിൽ നമ്മുടെ മണിവ്യൂ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നോക്കുകയാണെങ്കിൽ 19 മറ്റാണ് ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ നമ്മുടെ ക്രെഡിനകത്ത് IDFC ഫസ്റ്റ് ബാങ്ക് എനിക്ക് 16% ഇതേപോലെ ഒരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ഹൈ ആണ്. പക്ഷെ ഞാനിത് ഒരിക്കലും നിങ്ങളെ എടുക്കാനായിട്ട് പറയുന്നില്ല. നമുക്ക് കിട്ടിയൊരു ഓഫർ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ അവർക്ക് നന്ദി, താങ്ക് യു.